എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബാലൻസിങ് കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ടോപ്പിക് 3 ആണ്, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ ജനറലി നമ്മൾ പറയുമ്പോൾ അവിടെ ബ്രേക്കിംഗ് ഓഫ് ബോൺസും അതേപോലെ തന്നെ മേക്കിംഗ് ഓഫ് ബോൺസും നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ദ ബ്രേക്കിംഗ് ഓഫ് ബോൺസ് present in the reactant atoms and forming new bonds in the products. അങ്ങനെയാണ് ജനറലി എന്ത് നടക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിയാക്ഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിഡേഷനും വരും, അതേപോലെ തന്നെ റിഡക്ഷനും വരും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, ദാറ്റ് ഇസ് കോമ്പിനേഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ A+B gives C എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എയും ബിയും എന്താണ്? ദേ ആർ കോൾഡ് ആസ് ദ റിയാക്ടൻസ്. നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ ആരാണോ റിയാക്ട് ചെയ്യുന്നത് അവരെ നമ്മൾ റിയാക്ടൻസ് എന്നും, റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസിൽ നമ്മൾ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്നും പറയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞ സമയത്ത്, കെമിക്കൽ ഇക്വേഷൻസ് പറഞ്ഞ സമയത്ത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when two or more reactants combine together to form a single product, such type of reactions are called as combination reactions എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി ഈ റിയാക്ടൻസ് എന്തൊക്കെയാവാം? ഐദർ ഇവിടെ റിയാക്ട് ചെയ്യുന്ന റിയാക്ടൻസ് രണ്ട് എലമെന്റ്സ് ആയിരിക്കാം, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കാം? ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാം? ഒരു പ്രൊഡക്റ്റ് കിട്ടാം. അതല്ലെങ്കിൽ ഒരു റിയാക്ടന്റോ ഒരു കോമ്പൗണ്ടോ ഒരു എലമെന്റോ ഒരു കോമ്പൗണ്ടോ റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാം? ഒരു പുതിയൊരു കോമ്പൗണ്ട് കിട്ടുന്ന റിയാക്ഷൻസ് ഒക്കെ എന്ത് റിയാക്ഷൻസ് ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇപ്പൊ ജനറലി നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ എങ്ങനെ പറ്റും? ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് two or more reactants combine together to form a single product. Such type of reactions are called as combination reaction എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ടെക്സ്റ്റില് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റിയിൽ എന്താ? ഒന്നുമില്ല. ആക്ടിവിറ്റിയിൽ എന്താണ്? ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? ക്യുക്ക് ലൈം ആഡ് ചെയ്യാണ്. ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യുക്ക് ലൈം. അപ്പൊ ഈ ക്യുക്ക് ലൈം വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ബീക്കറിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ബീക്കർ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഫീലിംഗ് ഹോട്ട്. നിങ്ങൾക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണുള്ളത്. ഒന്ന് എക്സോതെർമിക് റിയാക്ഷനും ഒന്ന് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, അതേപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദേ ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് ദ ഹീറ്റ് എനർജി ഇസ് റിലീസ്ഡ്. ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു
എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ആണ് അവിടെ. അതായത് ഹീറ്റ് എനർജി അവിടെ എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദേ ആർ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കാൽഷ്യം ഓക്സൈഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ടെസ്റ്റ് ട്യൂബ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചൂടായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് അവിടെ എന്താണ്, ഹീറ്റ് എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എന്ത് റിയാക്ഷനും കൂടിയാണ്, എക്സോതെർമിക് റിയാക്ഷനും കൂടിയാണ്. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ CBSEയുടെ ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ഓർ ജനറലി ദ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. കാൽഷ്യം ഓക്സൈഡ് ആണ്, ക്യുക്ലൈം ആണ്, CaO അതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല വരിക. കാൽഷ്യം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റിലുള്ള, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. വാട്ടറിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തത്. സോ വാട്ടർ H2O ലിക്വിഡ് ആണ് ഫിസിക്കൽ സ്റ്റേറ്റ്. രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നറിയോ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുക. CaOH ട്വൈസ് ആണ്, വിച്ച് ഈസ് ഇൻ ദ അക്വസ് സ്റ്റേറ്റ്. AQ അക്വസ് സ്റ്റേറ്റ് ആണ്. ഇനി കാൽഷ്യം ഓക്സൈഡിനെ ക്യുക്ലൈം എന്ന് പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട്, എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്ലേക്കഡ് ലൈം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്ലേക്കഡ് ലൈം. അപ്പൊ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ലൈമും, അതേപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേക്കഡ് ലൈം ആണ്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം ഓക്സൈഡ് ആൻഡ് വാട്ടർ ആണ്. കാൽഷ്യം ഓക്സൈഡും അതേപോലെ തന്നെ വാട്ടറും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടും. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ heat energy is released in this particular reaction, and this reaction is an example for exothermic റിയാക്ഷൻ എന്നുകൂടെ പഠിച്ചു വെക്കണം. അപ്പൊ CBSE ഒരിക്കലും നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഒരു ഇക്വേഷൻ തന്നിട്ട് അത് കോമ്പിനേഷൻ ആണോ ഡീകമ്പോസിഷൻ ആണോ എന്ന് ചോദിക്കില്ല. നമ്മൾ ഇത്രയും കാലം കണ്ടത് ടെക്സ്റ്റിലുള്ള അതേ ഇക്വേഷൻസ് ആണ് എക്സാമിനും ചോദിക്കുക. അപ്പൊ ടെക്സ്റ്റിൽ ഇപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു റിയാക്ഷൻ നോക്കുക, കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടി റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ നമ്മളിപ്പോ പറഞ്ഞ റിയാക്ഷൻ ആണ്, വിച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, വൈറ്റ് വാഷിംഗ് ഓഫ് വോൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മുടെ വൈറ്റ് വാഷിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, ഈ ഒരു റിയാക്ഷൻ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ കാൽഷ്യം ഓക്സൈഡ് അതായത് ക്യുക്ലൈമും വാട്ടറും കൂടി റിയാക്ട് ചെയ്ത് എന്ത് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ വൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നറിയോ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മെല്ലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അത് റിയാക്ട് ചെയ്യും. നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്ത് ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവും. അതായത് അക്വസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗേഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലുള്ള കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കാൽഷ്യം കാർബണേറ്റ് അതായത് 2 or 3 ദിവസത്തെ വൈറ്റ് വാഷിങ്ങിന് ശേഷം ഫോം ചെയ്യുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ വോൾസിന് ഒരു ഷൈനി ഫിനിഷ് കൊടുക്കുന്നത്. ഓക്കെ, ഷൈനി ഫിനിഷ് കൊടുക്കുന്നത് ഈ ഫോം ചെയ്ത കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പൊ വൈറ്റ് വാഷിംഗ് ഓഫ് വോൾസിന് യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ റിയാക്ഷൻ ആണ് കാൽഷ്യം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ വോൾസിന് ഒരു ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ഷൈനി ഫിനിഷ്
കൊടുക്കുന്നത്. അപ്പൊ ടെക്സ്റ്റിൽ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കോമ്പിനേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ജനറലി നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ റിയാക്ഷനും, അതായത് കാർബണും അതേപോലെ തന്നെ ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ആസ് ആൻ എക്സാമ്പിൾ ഫോർ എ കോമ്പിനേഷൻ റിയാക്ഷൻ. അതേപോലെ തന്നെ വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ, അതായത് ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും ആയിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണ്, നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. 2H2 + O2 gives 2H2O ആണ് ബാലൻസ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ വരിക. അതേപോലെ തന്നെ നമ്മുടെ ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്, മീഥേൻ ഗ്യാസ്, CH4 ആണ് എന്ത്, നമ്മുടെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥേൻ ആണ് വരിക. CH4ഉം ഓക്സിജനും കൂടി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ വാട്ടറും കിട്ടണം. അതായത് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടും കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ വാട്ടറും ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2O2 അതേപോലെ തന്നെ 2H2O. അപ്പൊ ഈ റിയാക്ഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, കോമ്പിനേഷൻ റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആയിട്ടുള്ളൂ. പിന്നെ ജനറലി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കോമ്പിനേഷൻ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട്. എ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എക്സ് ഇസ് യൂസ് ഫോർ വൈറ്റ് വാഷിംഗ്. Name the substance X and write its formula. Write the reaction of the substance X named in the above with the water. വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്ട്ലി ആ എക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കാൽഷ്യം ഓക്സൈഡ് ആണെന്നുള്ളത് കിട്ടും. കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു റിയാക്ഷനും നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്രാവശ്യം ഇല്ല. അപ്പൊ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. അതില് XY എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ വരുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ എന്താ എക്സ്പ്ലെയിൻ കോമ്പിനേഷൻ റിയാക്ഷനോ എന്നോ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും വരില്ല. എ സബ്സ്റ്റൻസ് എക്സ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം എ സബ്സ്റ്റൻസ് വൈ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക. But generally combination reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the reaction in which two or more reactants combine to form a single product, and this type of reactions are called as combination reaction. ആ റിയാക്ട് ചെയ്യുന്നത് രണ്ട് എലമെന്റ്സ് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, രണ്ട് കോമ്പൗണ്ട്സ് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടോ തമ്മിൽ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.